എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ വെക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചകിണി തോരനാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇച്ചിരി ഉഴുന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, നമുക്കറിയത്തില്ല. എന്നാലും നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു വീഡിയോയ്ക്കകത്തൂടെ. ഇന്നലെ ചകിണിയൊക്കെ അരിഞ്ഞ് പകുതി വേവിച്ച് വെച്ചിട്ടുണ്ട്. പകുതി വേവിച്ച് വെച്ചേക്കുവാണ്. ഇനി നമ്മൾ ഇതെല്ലാം കടുക് വറുത്ത് കഴിയുമ്പോൾ തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് അരച്ച് ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. കടുകൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഈ അരച്ച് വെച്ച അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അരപ്പൊന്ന് ചൂടായിട്ടുണ്ട്. അരപ്പ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചേക്കുന്ന ചകിണി നമുക്ക് ഒഴിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ആവി ഇതായാൽ മതി, കാരണം പകുതി വേവിച്ച് വെച്ചതല്ലേ. ഇത് പകുതി വേവിച്ച് വെച്ച ചകിണിയാണ്. അപ്പോൾ അരപ്പും ഒക്കെ കൂടി ഇട്ട് നമുക്ക് ലേശം വെള്ളമേ ഒഴിക്കാവുള്ളൂ. കുഴഞ്ഞു പോവും ഒരുപാട് വെള്ളം ഒഴിച്ചാൽ. അപ്പം നമുക്കിതൊന്ന് അടച്ചിടാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് ലേശം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണ്ട ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പം ചകിണിത്തോരൻ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം നമുക്ക് എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.